ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിന് രണ്ട് വശങ്ങളാണുള്ളത്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡെബിറ്റിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യണത്? ബിസിനസ്സിലേക്ക് എന്ത് വന്നാലും, ഏതൊരു അസറ്റ് വന്നാലും നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ക്യാഷ് വന്നാൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ഫർണിച്ചർ വന്നാൽ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം, ബിൽഡിംഗ് നമ്മൾ മേടിച്ചാൽ ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്ത് വന്നാലും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി വാട്ട് ഈസ് യൂസ്ഡ് ഓർ വാട്ട് ഈസ് സ്പെൻഡ്, അതായത് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോസസ് ഉണ്ടായാൽ ഇതിനെയൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, ഇലക്ട്രിസിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. റെൻറ്റ് പെയ്ഡ് ചെയ്തു, റെൻറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റേഷനറി ഐറ്റത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തു, അപ്പം സ്റ്റേഷനറീനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് ഡെബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണത് എന്ന് ചോദിച്ചാൽ എല്ലാ അസറ്റ്സും ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. ഇനി എക്സ്പെൻസസ്, ഇപ്പോൾ റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഇലക്ട്രിസിറ്റി പെയ്ഡ്, ഇതൊക്കെ എന്താണ്, എക്സ്പെൻസസ് ആണ്. ഇതിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുന്നത്. ഇനി ലോസസ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ്, അതൊരു ലോസസ് ആണ് അല്ലേ. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഇനി അസറ്റിൻ്റെ കേസിൽ തന്നെ അസറ്റ് കൂടിയാൽ, അസറ്റ് ഇൻക്രീസ് ചെയ്താലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അസറ്റ് കുറഞ്ഞാൽ നമ്മൾ അസറ്റിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനി എന്താണ് ക്രെഡിറ്റ്? ഓക്കെ, ഒരു അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിൽ നിന്ന് എന്ത് പോയാലും നമ്മൾ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ വാട്ട് ഈസ് ഏൺഡ്, നമുക്ക് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്താൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ആൻഡ് വാട്ട് ഈസ് ഓവ്ഡ്, നമുക്ക് എന്തെങ്കിലും കട ഉണ്ടെങ്കിൽ, ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം വാട്ട് ഗോസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ക്യാഷ് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഒരു ഫർണിച്ചർ നമ്മൾ വിൽക്കുകയാണ്, അപ്പോൾ ഫർണിച്ചർ ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്, അപ്പോൾ ഫർണിച്ചറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ബിൽഡിംഗ് നമ്മൾ വിൽക്കുകയാണ്, അപ്പം ബിൽഡിങ്ങിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് ഏൺഡ്, ഇനി എന്ത് ഇൻകം നമുക്ക് കിട്ടിയാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ റെൻറ്റ് റിസീവ്ഡ്, ആ സമയത്ത് റെൻറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ, ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി വാട്ട് ഈസ് ഓഡ്, അതായത് നമ്മൾ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് അതായത് നമ്മളെന്നുള്ള ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റിലാണ് എഴുതേണ്ടത്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ, ഓക്കെ, ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലയബിലിറ്റീസിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സാലറി ഉണ്ട്, ആ സാലറി നമ്മൾ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പം സാലറി പെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, അത് എക്സ്പെൻസ് ആണ്. പക്ഷേ സാലറി കൊടുക്കാനുണ്ടായിട്ടും നമ്മൾ സാലറി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ലയബിലിറ്റീസ് ആണ്. അതിനെ നമ്മൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും. അപ്പം ഈ ഒരു സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻകംസ്. എല്ലാ ഇൻകംസും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെ ഇൻകാണ്, ഇങ്ക് തന്നെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഗെയിൻസ്, നമ്മളുടെ പ്രോഫിറ്റിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ലയബിലിറ്റീസ്, ഇപ്പം ലോണ്, ക്രെഡിറ്റേഴ്സ്, അതേപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇതൊക്കെ ലയബിലിറ്റീസ് ആണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതേപോലെ ക്യാപിറ്റലും എന്താണ്, ഒരു ലയബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇത്രയും ഐറ്റംസ് ആണ് ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണത്.